ഒരു ഉദ്യോഗസ്ഥനായി പോയി, അല്ലെങ്കിൽ ഒരു മാഷാണ്, അല്ലെങ്കിൽ ഒരു മൊയ്ലിയാരാണ്. എന്നാ പിന്നെ പുരയിലില്ല, ഒരു പണിയും എടുക്കാൻ പറ്റില്ല, കണ്ടത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ പാടില്ല. ഗുരു ഇറങ്ങണം, മാഷ് ഇറങ്ങണം, ഉദ്യോഗസ്ഥനും ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണത്. കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ഈ പറമ്പിലുള്ള തെങ്ങില്ലേ, നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് തെങ്ങിന്റെ വേട്ടൊന്ന് പോയി ദിക്റും ചൊല്ലിക്കൊണ്ട് പോയിക്കോളി. ഒന്ന് തെങ്ങൊന്നും തടയോക്കി അയിമ കായ്ക്കുന്ന കായപ്പം മറ്റേ തെങ്ങിനുണ്ടാവില്ല, യാതൊരു സംശയമില്ല. എനിക്കിതൊക്കെ അറിയാലും ഞാൻ തെങ്ങൊന്നും കൂടുതൽ ഇല്ലെങ്കിലും ഉള്ളത് എങ്ങനെയാണെന്ന് ആലോചിക്കരുത്. അത് നല്ലതാണ്, തെങ്ങിന്റെ വേട്ടൊന്നൊന്ന് പോകാം. ചില ആളുകളുണ്ട് എന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ്, ഈ അടക്കയൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, കണ്ടത്ത് പോയൊക്കെ എനിക്ക് ചില സ്ഥലത്തൂടെ പോകുമ്പോ പിന്നെ ഇങ്ങനെ കൈ എന്തെല്ലോ ഇടങ്ങാറാവും ഇത് കണ്ടിട്ട്. അത് ആരാൻ എടുക്കണമെന്നല്ലോ പറയുന്നത്. കാരണം ഇത് പെറുക്കായിട്ട് ആ പറമ്പിന്റെ ഉടമയോട് എനിക്ക് ഭയങ്കര അമർച്ച ഉണ്ടാവും പിന്നെ എന്തിന് മനസ്സിൽ. പിന്നെ ചിലപ്പോൾ എനിക്ക് നിവൃത്തിയുടെ ആടൊക്കെ ഞാൻ പറയുകയും ചെയ്ത് ഒരുപാട് അടക്കമുണ്ട് പെറുക്കാതെ ചെയ്യും. അടക്ക അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ചെയ്യാ അടിഞ്ഞു പോവാ. കുറച്ചു ദിവസം കഴിഞ്ഞാല് അതിന്റെ നിറങ്ങ് മാറും. നിറം മാറിയാ പിന്നെ മണ്ണോട് ചേരും, പിന്നെ സാധനം എന്തായി പോകും, നശിച്ചു. അല്ലെ കുറെ തൈ പൊടിക്കും, പൊടിച്ച തൈ എല്ലാം ഇപ്പൊ എന്താ ആക്കുക. അതുകൊണ്ട് അടക്കൊക്കെ വില ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ചില ആളുകള് നല്ല വിലയുള്ളപ്പോ മാത്രം ഗൗനിക്കും, വില കുറച്ച് പറയുമ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെ പറ്റൂല. അള്ളാഹു തആല തന്ന ഒരു ഉൽപ്പന്നല്ലേ അത്, നമുക്ക് കാര്യം കിട്ടുമ്പോ മാത്രം അതിന്റെ പിന്നാലെ അങ്ങനെ ആകരുത്. അടക്കൊക്കെ 1 റുപ്യ ഒരടക്കം കിട്ടുന്നുണ്ടോ, എന്നാലും 50 പൈസ ആയിക്കോട്ടെ, രണ്ടടക്കം 1 റുപ്യ ആവൂലേ. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ അടക്ക എന്ത് ചെയ്യരുത്, വളപ്പില് വെറുതെ ഇട്ടേക്കാൻ പാടില്ല. ഞാൻ വെറുതെ പറയല, ഇങ്ങനെ നാളെ രാവിലെ ഒന്ന് പോയി നോക്കി രാവിലെ, എന്നാലും ഒരുപാട് അടക്കകൾ ഉണ്ടാവും, പഴയ അടക്കകൾ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകും. എല്ലാവരും നോക്കിക്കോളി കേട്ടോ പറമ്പത്ത്. അതെല്ലാം പെറുക്കിയിട്ട് ശരിക്കും നല്ല ബൗസ്, ഞാൻ അറബി ഭാഷ അതാണ് മലയാളത്തിൽ പറയുന്ന ബൗസുണ്ട്, നല്ല ബൗസുള്ള ചെറിയ പറയില്ല. അതൊക്കെ വേണം. ദുനിയാവ് കിട്ടണേ ബൗസ് വേണം, ആഹാരം കിട്ടണേ എന്ത് വേണം, വറവും വേണം, സൂക്ഷ്മതയും വേണം. അതുകൊണ്ട് നമ്മുടെ കൃഷി ചെയ്യണം. സ്ഥലം ഉണ്ടോ, നല്ല സ്ഥലം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാം. അഫ്ളലുൽ മകാസിബി അസ്സിറാ, അഫ്ളലുൽ മകാസിബി അസ്സിറാ, ഏറ്റവും നല്ല ജോലി സ്വരം എന്താണ്, കൃഷിയാണ്. ഭൂമിയിൽ കുമ്പിട്ടിട്ട് എന്ത് ചെയ്യാ, കൃഷി ചെയ്യാ. എന്ത് സന്തോഷമായിരിക്കും അറിയാം. നമ്മളെ പറമ്പില് ഉണ്ടായ ഒരു ചേന, അത് കറി വെച്ച് കൂട്ടുമ്പോ വല്ലാത്തൊരു സ്വാദാണ് അല്ലെ. നമ്മള് നട്ടു പിടിപ്പിച്ചുണ്ടാക്കിയ കുറച്ച് പയറ്, ആ പയറ് ഉപ്പേരി വെച്ചാല് അതിന് പ്രത്യേക ഒരു സ്വാദാണ്. മാത്രല്ല നമുക്കൊരു നിർഭയത്വം ഉണ്ടാവില്ലേ, ഇതിലെ മരുന്നടിച്ചില്ല നമുക്ക് ഉറപ്പാണല്ലോ. വേറെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടൊരു നിവൃത്തിയില്ല, ഏകദേശവും മരുന്നടിച്ച സാധനങ്ങളാണ്. അപ്പൊ ഒരു ദിവസമെങ്കിലും ഒരു ഉപ്പേരിയില്ല, 1-2 ദിവസമെങ്കിലും ഒരു മരുന്നടിക്കാത്ത സാധനം കിട്ടൂലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ,